കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 1,60,000-ലധികം രൂപ നൽകണമെന്നതായിരുന്നു നേരത്തെയുള്ള നിരക്കെങ്കിൽ അത് 40,000 രൂപ കുറച്ചുകൊണ്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എത്ര രൂപയിലേക്ക് ആണ് മിനിസ്റ്റർ ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്? നിലവിൽ മറ്റുള്ള എയർലൈൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ കാരിയറിന് ഇന്ധനത്തിലുണ്ടാകുന്ന സർചാർജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോട്ടിങ്ങിൽ അവർ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ റേറ്റ് എപ്പോഴും അധികമാവും എന്നാണ് എയർ ഇന്ത്യ സൂചിപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നിലവിൽ 1,27,000 രൂപയാണ് എയർ ഇന്ത്യ പുതുതായി കോട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണത്തേക്കാൾ 6,000 രൂപ അധികമാണ്. ഏതായാലും വീണ്ടും കുറക്കാൻ 1,21,000 ഇത്തവണ 1,27,000 അപ്പോൾ അത് കുറേ കൂടി കുറയ്ക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇനിയും നടക്കും. ഇതിപ്പോൾ 1,60,000 നിന്ന് 40,000 രൂപ കുറച്ചു. നിലവിൽ അവർ ഉണ്ടായിരുന്നത് 1,79,000, അപ്പോൾ 40 കുറഞ്ഞു. എങ്കിലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള 2 സ്ഥലങ്ങളിൽ കൊച്ചിയിലും അതോടൊപ്പം തന്നെ കണ്ണൂരും 85,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിന് പകരം കോഴിക്കോട് നിന്ന് ഇത്ര വലിയൊരു തുകയാവുമ്പോൾ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരാണ് ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് കോട്ടയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് പോവുക എന്നത്. എന്തുകൊണ്ടും സർക്കാർ ഈ കാര്യം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയാണ് ഇതിൽ കുറേ കൂടി. എയർ ഇന്ത്യയായിട്ട് സംസാരിച്ചിരുന്നല്ലേ? അപ്പോൾ അവർ തന്നെ ഈ വിവരം പറഞ്ഞു 1,27,000 ബന്ധപ്പെട്ട അധികാരികളുമായിട്ടൊക്കെ സംസാരിച്ചു. വീണ്ടും എയർ ഇന്ത്യയുടെ കൺട്രി ഹെഡുമായി നമ്മൾ മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. ഈ കുറച്ച് വിവരം അതൊക്കെ തന്നെയാണ് അവരിപ്പോൾ റീകോട്ട് ചെയ്തു, 2ാമത് കോട്ട് ചെയ്തു. അതിലെ റേറ്റാണ് ഇപ്പോൾ ഗവൺമെൻറ് റേറ്റുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഇതിൽ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കും അല്ല, സെൻട്രൽ ഗവൺമെൻറ്റും അത് തന്നെയാണ്. അപ്പോൾ എയർ ഇന്ത്യ ഒരു സ്വകാര്യ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതേ അനുസരിക്കാൻ കഴിയുള്ളൂ. എങ്കിലും സമ്മർദ്ദം ചെലുത്താൻ ഗവൺമെൻറ്റുകൾ കഴിയും. അത് നല്ല രീതിയിൽ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയായാലും ഹജ്ജ് മന്ത്രിയായാലും ഒക്കെ തന്നെ അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് എനിക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിസ്റ്റർ എയർ ഇന്ത്യയുമൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അവർ തന്നെ അറിയിച്ചതാണ് റീകോട്ട് ചെയ്ത് 1,27,000 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം. അത് എയർ ഇന്ത്യയും വ്യോമയാന മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുമുണ്ട്.